ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ മസാല ഉണ്ടാക്കാം. ചപ്പാത്തി, പൊറോട്ട, നാൻ ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കോളിഫ്ലവർ മസാല. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇവിടെ ഞാൻ കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചിട്ട് 3-4 തവണ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ക്ലീൻ ചെയ്ത ശേഷം 300 ഗ്രാം വെയിറ്റ് ഉണ്ട് ഇതിന്. ആദ്യം തന്നെ ചൂടിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്തിട്ട് കുറച്ച് സമയം ഇളക്കിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ ഒരു 6-7 മിനിറ്റ് സമയത്ത് ഇളക്കിയെടുക്കണം. ഒരു 6 മിനിറ്റൊക്കെ ഇളക്കിയ ശേഷം ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് കീറിയിട്ടുള്ളത്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ഇളക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. വീണ്ടും ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർക്കാം. 3 മീഡിയം സൈസിലുള്ള സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളി, അധികം പുളിയില്ലാത്ത തക്കാളി വേണം എടുക്കാൻ. നാടൻ തക്കാളി എടുക്കരുത്, അതിന് പുളി കൂടുതലായിരിക്കും. ഓവൽ ഷേപ്പുള്ള തക്കാളിയാണ് എടുക്കുന്നത്. ചെറിയ തക്കാളി 3 എണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് മിക്സഡ് ജാറിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. ഇത് ചൂടുവെള്ളത്തിൽ ഒരു 15-20 മിനിറ്റ് നേരം കുതിർത്തെടുത്തിട്ടുള്ളതാണ്. 4 എണ്ണം. കാശ്മീരി മുളകിന് പകരം നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. അതാണ് 1 ടീസ്പൂൺ ഉപയോഗിക്കാം. ഇനി ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുള്ളത്. ഇത് മല്ലിയിലയുടെ തണ്ടാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഒരു 10 അണ്ടിപ്പരിപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഒരുമിച്ചാക്കി നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഈ തക്കാളിയിലുള്ള ആ ജ്യൂസ് കൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സവാളയും നന്നായിട്ട് വഴന്ന് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ ആ കൂട്ട് ചേർക്കാം. ഇത് നന്നായിട്ട് തക്കാളിയിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകമാകുന്ന വരെ കുറച്ച് സമയം ഇളക്കിയെടുക്കാം. ഇപ്പോൾ തക്കാളിയിലുള്ള ജലാംശമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നൊരു പാകമായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. പിന്നെ ടേസ്റ്റിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് പഞ്ചസാര ചേർക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ചൂടിൽ ഒരു 3 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ഇത് ഉലുവയുടെ എല്ലാം ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ മസാലയ്ക്ക്. ഇഷ്ടമുണ്ടെങ്കിൽ ഇതും ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തി അല്ലെങ്കിൽ ബട്ടർ നാൻ ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ ബട്ടർ നാൻ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം, ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.